ചെങ്ങന്നൂർ ഉത്തരപ്പള്ളിയാറിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനായി കൈത്തോടുകളുടെ നവീകരണം തുടങ്ങി. ഇതിന്റെ ഉദ്ഘാടനം ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു നിർവഹിച്ചു. ചെങ്ങന്നൂർ ഉത്തരപ്പള്ളിയാറിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തരപ്പള്ളിയാറിന്റെ കൈത്തോടുകളുടെ നവീകരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഈ ഉത്തരപ്പള്ളിയാറിലും ഇവിടെയുള്ള തോടുകളിലും എല്ലാം കക്കൂസ് മാലിന്യം, ആൾക്കാർ വേസ്റ്റും എല്ലാം വലിച്ചെറിയുന്നതിന്റെ ഭാഗമായിട്ട് മരങ്ങൾ വീണ് തോട്ടിലോട്ട് കിടക്കുന്നതിൻ്റെയൊക്കെ ആയിട്ട് ഒഴുക്കില്ലാതെ ആകെപ്പാട് വൃത്തിഹീനമായ രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെ കിണറിലെ വെള്ളമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പലവിധ അസുഖങ്ങൾ കൊണ്ടും നാട്ടുകാർ ബുദ്ധിമുട്ടിരിക്കുന്നത്. അതിന് പ്രകാരം ഇന്നിവിടെ കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാരെ എല്ലാവരും കൂടെ പ്രാദേശികമായിട്ട് ചേർന്നുകൊണ്ട് തോട് വൃത്തിയാക്കുകയാണ്. തോട് വൃത്തിയാക്കി ഇത് ഒഴുക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെയുള്ള നാട്ടുകാർ 8-9 വാർഡിലെ ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ടി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി കുമാരി, ആല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ടി ജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് കുമാർ, ആർ ജിജു ഉമ്മൻ, ഇടിക്കുള തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി മാങ്കരി വാഴോലിൽ പടി തോട് വൃത്തിയാക്കൽ തുടങ്ങി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ചടങ്ങിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പദ്ധതിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. വെള്ളം ഇങ്ങനെ മലീമസമായി കിടക്കുന്നത് കാരണം അതിനകത്ത് ഉള്ള പാഴ്വസ്തുക്കളും എല്ലാം നിക്ഷേപിച്ച്, മാലിന്യങ്ങളും എല്ലാം നിക്ഷേപിച്ച് മലീമസമാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കളർ പോലും മാറി ഓറഞ്ച് കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ടാണ് ഈ പുഴ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൈവഴിയാണ് ഇപ്പോൾ ഈ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്, അതായത് ഉത്തരപ്പള്ളിയാറിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കണം. അതിൻ്റെ ശ്രദ്ധയ്ക്കായി MLA-യും MP-യെയും എല്ലാം ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ചാൽ നമുക്ക് ഈ ഒരു ആറ് സംരക്ഷിക്കാൻ കഴിയും, വൃത്തിയാക്കി എടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണം. ആകെ കാട് പിടിച്ചൊരവസ്ഥയിലാണ്. ഇത് മാറി നല്ലൊരു ആറിൻ്റെ സുഗമമായ ഒഴുക്ക് റെഡിയായി കഴിഞ്ഞാൽ തന്നെ അടുത്തുള്ള വീടുകളിലെ വെള്ളം ശുചീകരിക്കും. നല്ല വെള്ളം അവർക്ക് ലഭ്യമാകും. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച്, നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർത്താൽ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.